Last time, sir. Okay. Good evening, everyone, and welcome to new session of Business Mastery Hub. ബിസിനസ് മാസ്റ്ററി ഹബിലെ പുതിയ സെഷനിലേക്ക് ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ എല്ലാ ദിവസവും ബിസിനസിനെ പറ്റി നിരന്തരം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള, ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ. എന്താണ് കച്ചവടം, നിങ്ങൾ എന്തിനാണ് കച്ചവടം ചെയ്യുന്നതെന്നൊക്കെ ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്. അതിനൊക്കെ നിങ്ങൾ കൃത്യമായി ഉത്തരവും പറയാറുണ്ട്. പക്ഷേ എപ്പോഴും ഇത്ര ഉത്തരം പറയുമ്പോഴും നമ്മളുടെ ആൾക്കാർക്ക് എത്രത്തോളം യാഥാർത്ഥ്യമായിട്ട് അവർ ബിസിനസ് എന്ന് പറയുന്ന ഫണ്ടമെന്റലിനെ അറിഞ്ഞിട്ട്, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നതിന് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നതെന്ന് പറഞ്ഞ്, വൈ യു ഡു ബിസിനസ്, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ പറഞ്ഞ സ്വയം തൊഴിൽ ചെയ്യുന്നത്, സെൽഫ് എംപ്ലോയ്മെന്റ് ചെയ്യുന്നത് എന്തിനാണ്, വാട്ട് യു വാണ്ട് ഫ്രം ദാറ്റ് ഒന്ന് പറഞ്ഞു നോക്കി എല്ലാവരും. എന്ത് നേടാനാണ് നിങ്ങൾ അത് ചെയ്യുന്നത് എന്ന്, അല്ലെങ്കിൽ നിങ്ങളെ വിളിക്കുന്ന പേര് ഒന്ന് പറയുക. വാട്ട് യു കോൾ യുവർ സെൽഫ്. നമ്മളതാണല്ലോ ഒരു എപ്പോഴും വിളിക്കുന്ന ഒരു അഫർമേഷൻ, വാട്ട് യു കോൾ യുവർ സെൽഫ്. ഇത്രയും നന്നായിട്ട് ഉറങ്ങിയാൽ എന്തായിരിക്കും സംഭവം? ആശ ഉറങ്ങുകയാണോ അല്ല കണ്ണെടുക്കുകയാണോ? ഓക്കെ, എന്താണ് നിങ്ങൾ അതിന് വിളിക്കുന്ന പേരെന്താണ്? നിങ്ങളെ വിളിക്കുന്ന പേരാണ് പ്രോഫിറ്റ് മേക്കേഴ്സ് എന്ന്. ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയാണ് നിങ്ങൾ എല്ലാ ഈ സ്വയം തൊഴിലുകളും ബിസിനസ്സും ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ വിളിക്കുന്ന ഐ ആം എ പ്രോഫിറ്റ് മേക്കർ എന്നുള്ളതാണ്. ലാഭമുണ്ടാക്കാൻ മാത്രമാണ് ഇത്. അതാണ് പരമപ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത്. ആ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നവൻ മാത്രമേ യഥാർത്ഥ ബിസിനസ്സുകാരനാകുന്നുള്ളൂ, അല്ലെങ്കിൽ യഥാർത്ഥ എന്താ പറയുക സെൽഫായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളായി മാറുന്നുള്ളൂ എന്ന് പറയും. ഞാൻ ബിസിനസ്സുകാരൻ എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ മില്യൺസ് ബിസിനസിനെ പറ്റി ഒന്നും ചിന്തിക്കേണ്ട. സാധാരണ ഇതിൽ മാത്രമാണ്. അതുകൊണ്ട് ഫോർ എംപ്ലോയ്മെന്റ് സ്വയം തൊഴിലതാണ്. ഇപ്പോൾ ഒരു ജോലിയായി കുറച്ച് വരുമാനമായി, സിമ്പിളാണ്. കറക്റ്റ്, ജോലിയായി വരുമാനമായി, ഇതിനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും മറക്കാതിരിക്കേണ്ട കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എത്ര ഈ മാസം ഞാൻ ചെയ്തു, എത്ര എനിക്ക് കിട്ടി, അപ്പോൾ മാത്രമേ പ്രോഫിറ്റ് ആവുള്ളൂ. എത്ര രൂപയുടെ കച്ചവടം ചെയ്തു, എത്ര രൂപ ചെലവാക്കി, എനിക്ക് ബാക്കി എത്ര കിട്ടി, ഇതാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ചെലവ് അറിയണം, വരവും അറിയണം, ബാക്കി കിട്ടിയത് എവിടെ പോയി എന്നും അറിയണം. അപ്പോൾ മാത്രമാണ് പ്രോഫിറ്റ് ആവുക. ഈ കാൽക്കുലേഷൻ ഇല്ലാത്തതാണ് 90% ബിസിനസിന്റെയും പരാജയമെന്ന് ആദ്യം നിങ്ങൾ അറിയുക. അപ്പൊ എഴുതി വെച്ചോളൂ. നിങ്ങളുടെ ഓരോ ബിസിനസിന്റെ പരാജയം എന്ന് പറയുന്ന ഫോർമുല എന്ന് പറഞ്ഞേ, ഒരു ബിസിനസിന്റെ പരാജയം എന്ന് പറയുന്ന ഈ ഫോർമുല മാച്ച് ആവാത്ത ഉണ്ടായിരിക്കും. ആ ഫോർമുല എങ്ങനെ എഴുതി വെച്ചോളൂ. എഴുതി വെച്ചോളൂ. വരുമാനം പ്ലസ് ചിലവ്. എഴുതുന്നുണ്ടോ? എഴുതുന്നില്ലല്ലോ ആൾക്കാരല്ലേ. എന്നാ ഒന്നുകൂടി പറയാം. വരുമാനം ഈസ് ഈക്വൽ ടു ചിലവ് പ്ലസ് ലാഭം. അപ്പോ ലാഭം, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറയാം, ലാഭം എന്ന് പറയുന്നത് വരുമാനവും അതിൽ നിന്ന് ചിലവ് കഴിഞ്ഞ് കിട്ടുന്നത് ബാക്കിയാണ്. പക്ഷെ നമ്മളെപ്പോഴും പൊതുവെ ആൾക്കാർക്ക് ചിലവ് എത്രയെന്ന് ചോദിച്ചാൽ അത് അറിയില്ല, വരുമാനം എത്ര വെച്ചാൽ അതറിയില്ല, ലാഭം എത്ര വെച്ചാൽ അതും അറിയില്ല. എന്തോ കിട്ടുന്നു, എന്തോ പോകുന്നു എന്നതാണ് 90% ബിസിനസ് പരാജയത്തിന് കാരണം. നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ മതി. എല്ലാ മാസവും ഞാൻ നേരത്തെ ചോദിച്ചത് നിങ്ങൾക്ക് എത്ര കിട്ടിയെന്ന് കൃത്യമായി ഒന്ന് അനലൈസ് ചെയ്ത് പോകണം എന്നുള്ള ഒരു നിർദ്ദേശം ആദ്യം തന്നെ പറയുക. ഇനി അതല്ല, ഇത് അറിയുന്നില്ല, ഇത് ചെയ്യാൻ നമുക്ക് മനസ്സിലാവുന്നില്ല, ഓരോ ദിവസത്തെ കച്ചവടം എത്രയാണെന്ന് കൃത്യമായി അറിയുന്നില്ല. ഞങ്ങളൊക്കെ ചെയ്തു വരുന്നത് വെച്ചാൽ ഒരു ദിവസത്തെ എല്ലാ ദിവസവും നമ്മൾ കമ്പ്യൂട്ടറിൽ കണക്ക് കാണിക്കും. ഇന്നത്തെ സെയിൽ ഇത്ര, പർച്ചേസ് ഇത്ര, ഇന്നത്തെ പ്രോഫിറ്റ് ഇത്ര, എക്സ്പെൻസ് ഇത്ര എന്ന് കൃത്യമായി കാണിക്കും. നെറ്റ് പ്രോഫിറ്റ് എന്നുള്ള ഒരു ഒറ്റ പ്രിന്റ് ഔട്ട് സിംഗിൾ രാത്രിയാകുമ്പോൾ നമ്മൾ എടുക്കും. ആ ഒറ്റ പ്രിന്റ് ഔട്ട് നിൽക്കും. അത് കറക്റ്റ് ആയിരിക്കണമെന്നില്ല, ചിലവുകൾ ഇടയ്ക്കിടയ്ക്ക് മാറി വരുമ്പോൾ എൻഡ് ഓഫ് ദ മന്ത് കണക്കൂട്ടുമ്പോൾ കൃത്യമായി നമുക്ക് കിട്ടും. എന്നാൽ ആവറേജ് നമുക്ക് ഓരോ ദിവസവും ആ റിപ്പോർട്ട് കിട്ടും. ഈ റിപ്പോർട്ട് കിട്ടുന്നവർക്ക് മാത്രമേ കൃത്യമായിട്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും, സ്വയം തൊഴിൽ ചെയ്യുന്നവർ, ഇപ്പൊ ഏജൻസി ചെയ്യുന്നവർ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്നവർ, MLM ചെയ്യുന്നവർ, ഡയറക്റ്റ് സെല് ചെയ്ത് എങ്ങനെ ചെയ്യാൻ പറ്റും? എല്ലാവർക്കും ചെയ്യാൻ പറ്റും, ആർക്കും വലിയ പ്രശ്നം. നിങ്ങൾ കമ്പ്യൂട്ടറും കാര്യമൊന്നും വേണ്ട, നിങ്ങൾക്ക് ഒരു ബുക്കിൽ എഴുതി വെച്ചാൽ മതി. ഇത്ര എന്നുള്ളത് എഴുതി വെച്ചാൽ മാത്രം മതി. അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ് സെയിൽ എന്ന് പറയുന്ന സാധനമുണ്ട്, പ്രൊജക്ഷൻ എന്ന് പറയും നമ്മൾ. പ്രൊജക്ഷൻ സെയിലും കൂടി. കാരണം ഇന്ന ആളിൽ നിന്നും ഇത്ര രൂപയുടെ ഒരു പോളിസി കിട്ടാൻ എനിക്ക് സാധ്യതയുണ്ട്. ആ ലിസ്റ്റ് എപ്പോഴും നിങ്ങളുടെ കയ്യിൽ വേണം. ആ ലിസ്റ്റ് എപ്പോഴും ഉണ്ടാക്കും. ഇന്ന സ്ഥലത്ത് ഇത്ര രൂപയുടെ കച്ചവടം എനിക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇത് എപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടേ വേണം. എക്സ്പെക്റ്റഡ് സെയിൽ അല്ലെങ്കിൽ പ്രൊജക്റ്റഡ് സെയിൽ, ബഡ്ജറ്റിംഗ് എന്നൊക്കെ പറയുന്ന പോലെ പല രൂപത്തിൽ ആൾക്കാർ വിളിക്കും ഇതിനെ. അത് നിങ്ങൾക്ക് സാധാരണ ഇതിൽ എപ്പോഴും സേവ് അല്ല മാം, വരുമാനം ബേസിക്കലി എക്സ്പെൻസ് പ്ലസ് പ്രോഫിറ്റ് ആണ്. എക്സ്പെൻസ് പ്ലസ് പ്രോഫിറ്റ്.
വരുമാനം ഇസ് ഈക്വൽ ടു എക്സ്പെൻസ് പ്ലസ് പ്രോഫിറ്റ്. അപ്പൊ പ്രോഫിറ്റ് വേരി ആയിക്കൊണ്ടേ ഇരിക്കണം. എക്സ്പെൻസ് കഴിയുന്നത് ഷോർട്ട് ചെയ്ത് പ്രോഫിറ്റ് വേരിയബിൾ ആക്കിക്കൊണ്ടിരിക്കണം. വരുമാനവും വേരിയബിൾ ആകണം. വരുമാനം കൂട്ടണം, എക്സ്പെൻസ് വല്ലാണ്ട് കൂട്ടാതെ കണ്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രോഫിറ്റ് കൂട്ടാൻ പറ്റുക. ഓക്കെ, ഇന്ന് ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പൊ ഞാൻ വേണമെങ്കിൽ സൺഡേ നമുക്ക് ഇതിനു വേണ്ടി ഒരു സ്പെഷ്യൽ ക്ലാസ് വെക്കാം. താല്പര്യമുള്ളവർ, യൂട്യൂബ് വീഡിയോ കാണുന്നവർ, അങ്ങനെ താല്പര്യമുള്ള താഴെ കമന്റ് ചെയ്താൽ മതി. ഞാൻ ലിങ്ക്, അതിനകത്തുള്ള അതിന്റെ പ്രൊസീജിയർ ഞാൻ പോസ്റ്റായിട്ട് യൂട്യൂബിൽ ഇട്ടേക്കാം. നിങ്ങൾ സൺഡേ നമുക്ക് ഈവനിങ് ഒരു ക്ലാസ് അതിനു വേണ്ടി മാത്രം വെക്കാം. ഒരു 2 hour ക്ലാസ് വെബിനാർ പോലെ വെക്കാം. എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കി എടുക്കണം ഇത് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, ഫൈൻ. അപ്പൊ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, ഇന്ന് നമ്മൾ പറയുന്ന കാര്യം എന്താണ്? നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന പോയിന്റ് എന്തായിരുന്നു? സെയിൽസ്, ഒരു സ്ഥിരമായ സെയില് എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. ഞാൻ എൻ്റെ അനുഭവം വെച്ച് പറയാനാണ്, എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള ഒരു പോയിന്റാണ്. ഒരു കൺസിസ്റ്റൻസി ആയിട്ടുള്ള സെയില് എങ്ങനെയാണ് നമ്മൾ റെഡിയാക്കി നമ്മൾ എപ്പോഴും എടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഇങ്ങനെ ഒരു പോയിന്റ്, ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് ആഗ്രഹം, സ്ഥിരമായ ഒരു സെയില്, ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് സെയില് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയേ. എത്ര പേര് അങ്ങനെ ഒന്ന് ആഗ്രഹിക്കുന്നുണ്ട്? ഇന്നത്തെ നമ്മുടെ പോസ്റ്റ് ഷെയർ ചെയ്തിട്ടില്ലായിരുന്നു പ്രസീതെ? ഓക്കെ, സ്ഥിരമായിട്ടുള്ളൊരു യെസ്, എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ എൻ്റെ ജീവിതത്തിലെ കുറച്ച് അനുഭവങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് പറഞ്ഞു പോകാം. എങ്ങനെയാണ് ഞാനിപ്പോ ആ ബിസിനസ്സുകൾ നടത്തിക്കൊണ്ടു പോകുന്നത്. ഞാൻ അധിക സമയത്ത് നിങ്ങളുടെ കൂടെയൊക്കെയാണ് ക്ലാസ്സും പിന്നെ ബുക്ക് എഴുത്തും മറ്റു കാര്യങ്ങളായിട്ട് എടുക്കുമ്പോഴും സെയിൽ ചെയ്യാൻ പറ്റില്ല. ഇന്ന് ഈ മാസം എൻ്റെ 52% മാത്രമേ സെയിൽ നടന്നിട്ടുള്ളൂ. എൻ്റെ എക്സ്പെക്റ്റഡ് സെയിലിന് 52% മാത്രമേ നടന്നുള്ളൂ. പക്ഷേ എൻ്റെ എക്സ്പെൻസ് ഈ മാസം അതുപോലെ തന്നെ ഗ്രാജുവലി നല്ല ഡൗൺ ആയിട്ടുണ്ട്. അതുകൊണ്ട് മാച്ച് ചെയ്ത് പോകാമെന്നുള്ള, ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നതിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ സ്ഥിരമായി സെയിൽ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി, അത് കൃത്യമായി പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത്. നമുക്ക് പലപ്പോഴും സെയിൽ കിട്ടുന്നുണ്ട്, പലപ്പോഴും കിട്ടുന്നില്ല. ഇങ്ങനെ 2 വിഷയങ്ങളിലൂടെയാണ് നമ്മൾ പറഞ്ഞത്. രാവിലെ എഴുന്നേൽക്കുന്ന നമ്മൾ ആലോചിക്കും, ഇന്ന് വല്ലതും നടക്കുമാവും. നടക്കും എന്ന് നമ്മൾ മനസ്സിനെ സമാധാനിപ്പിക്കും. വൈകിട്ടാകുമ്പോൾ നമ്മൾ പറയും, അയ്യോ ഇന്ന് കാര്യമായിട്ടൊന്നും കിട്ടിയില്ല കേട്ടോ എന്നും പറയും. പക്ഷെ രാവിലെ തന്നെ എനിക്ക് ഇന്ന് ഇത്ര രൂപ ബിസിനസ് കിട്ടും എന്ന് പറയുന്ന എത്ര പേരുണ്ട് എൻ്റെ മുമ്പിൽ എന്ന് പറഞ്ഞ്? എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ എഴുന്നേറ്റപ്പോൾ പറയും, എനിക്ക് ഇന്ന് ഇത്രയും വലിയൊരു ഓർഡർ കിട്ടും എന്ന് പറയാൻ കപ്പാസിറ്റിയുള്ള അത്ര പേര് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയേ, നിങ്ങൾ ജസ്റ്റ് നോക്കി, ഇന്ന് എത്ര രൂപയുടെ കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ കിട്ടി 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 എന്ന് പറഞ്ഞ് സന്തോഷിക്കുന്ന ഒരു പകരം ഇന്ന് ഇത്ര രൂപയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് പറയാൻ പറ്റുന്നവരാരും ഇല്ലല്ലോ, അല്ലെ? ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. ഞങ്ങൾ സ്ഥിരം ചെയ്യുന്ന ഒരു പരിപാടിയിൽ രാവിലെ ഞങ്ങൾ കുറെ സെയിൽസ് എല്ലാ ടീം ആൾക്കാരുണ്ടല്ലോ, അവർക്ക് വേണ്ടി നമ്മൾ ഒരു പോസ്റ്റ് ഉണ്ടാക്കും. രാവിലെ ഇന്നത്തെ എക്സ്പെക്റ്റഡ് സെയിൽ ഇത്ര രൂപ, എക്സ്പെക്റ്റഡ് പർച്ചേസ് ഇത്ര രൂപ, എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ് ഇത്ര രൂപ. അത് തന്നെ രാവിലെ പോസ്റ്റ് ചെയ്യും. വൈകിട്ടാകുമ്പോൾ അതേ പോസ്റ്റിന് എഡിറ്റ് ചെയ്തിട്ട് ടുഡേസ് സെയില്, ടുഡേസ് പർച്ചേസ്, ടുഡേ എക്സ്പെൻസ് എന്നുള്ള എൻഡ് ഓഫ് ദ ഡേറ്റും ഉണ്ടാവും. രാവിലെ ആ പോസ്റ്റ് എല്ലാ ദിവസവും പറയും. ഇത് എല്ലാ ദിവസവും നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി. ഇന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സെയിൽ എത്രയാണ്? കിട്ടാൻ പോകുന്ന സെയിൽസ് ചോദിക്കാൻ നിങ്ങൾക്ക് ചിലവൊന്നുമില്ലല്ലോ, ആർക്ക് പ്രത്യേകിച്ച് യാതൊരു എക്സ്പെൻസും ഇല്ല. ഒരു 2 minutes 5 minutes ഒന്ന് ആലോചിച്ചാൽ മതി. ഇന്ന് എനിക്ക് ഇത്ര രൂപയുടെ പോളിസി കിട്ടും, ഇത്ര രൂപയുടെ പ്രൊഡക്റ്റ് ഞാൻ ഇന്ന് വിൽക്കും, ഇത്ര രൂപയുടെ ഇത് വളരെ 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 എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് എന്ന് ആദ്യം തന്നെ പറഞ്ഞു. അപ്പൊ ഇത് ഞാൻ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു വെച്ചാൽ ഇന്ന് ഇത്ര അല്ലെങ്കിൽ നമുക്ക് ബിസിനസ് ഇല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മളാണ്. ഇത്ര കിട്ടുമെന്നോ കിട്ടാതിരിക്കുന്ന കാരണം എന്തെന്നും നമ്മൾ ഒരിക്കലും അനലൈസ് ചെയ്തിട്ടില്ല. നമ്മുടെ ബിസിനസ്സിൽ കച്ചവടം നടക്കാതിരിക്കുന്ന സെയിൽസ് കിട്ടാതിരിക്കുന്ന കാരണം എന്താണെന്ന് നിങ്ങൾ എപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് എനിക്ക് ഈ മാസം ബിസിനസ് കിട്ടാതിരുന്നത്? എന്തുകൊണ്ടാണ് എനിക്ക് അവരുടെ ഓർഡർ കിട്ടാതിരുന്നത്? എന്തുകൊണ്ടാണ് എനിക്ക് ഈ പ്രൊഡക്റ്റ് സെയിൽ ക്ലോസ് ചെയ്യാൻ സാധിക്കാത്തത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് ആ പ്രൊഡക്റ്റ് എക്സിക്യൂട്ടീവ് ചെയ്യാൻ സാധിക്കാത്തത് എന്ന് എത്ര പേര് ആലോചിച്ചിട്ടുണ്ട്? ആലോചിക്കുമ്പോൾ നമ്മൾ ആദ്യം ഒരു മറുപടി പറയും, അതിനയാൾ ആ ഓർഡർ തന്നില്ലല്ലോ എന്നായിരിക്കും നമ്മൾ മറുപടി. അതിനപ്പുറത്തുള്ള രണ്ടാമത്തെ മറുപടി ഞങ്ങൾക്ക് അത് ചെയ്യണമെങ്കിൽ ഫണ്ട് കുറേ വേണമല്ലോ എന്നുള്ള മറുപടി ആയിരിക്കും. മൂന്നാമത് മറുപടി പറയും, അയാൾ എത്ര പറഞ്ഞാലും എടുക്കുന്നില്ലെന്നേ എന്ന് പറയും, അല്ലേ? ഇതാണ് നമ്മുടെ സാധാരണ ഇതിലെ മറുപടി. ഇതൊന്നും യഥാർത്ഥത്തിൽ അല്ലല്ലോ. അയാൾ എടുക്കാനുള്ള കാരണം ഇതൊന്നും ആയിരുന്നോ? നമ്മൾ ഒരാൾ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഒരാളുടെ പ്രൊഡക്റ്റ് ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി എന്ന് XYZ നിങ്ങളുടെ പോളിസിയോ പ്രൊഡക്റ്റ് എന്തും പരിചയപ്പെടുത്തി. അയാൾ താല്പര്യമുണ്ട്, ശരി, നല്ല പ്രൊഡക്റ്റ്, വെൽനെസ് പ്രൊഡക്റ്റ് എന്നായിരിക്കും താല്പര്യമാണെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ പറയാം വാങ്ങിക്കല്ലേ? വാങ്ങിക്കാട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ട് വാങ്ങിക്കാം
എന്ന് സ്വാഭാവികം പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് നിങ്ങൾ വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞു വേണ്ട, ഇപ്പൊ വേണ്ട കേട്ടോ, ഇപ്പൊ കാശൊന്നും ശരിയാവില്ല, ഇപ്പൊ വേണ്ട എന്ന് പറഞ്ഞ് അയാൾ എൻഡ് ചെയ്ത ഉടനെ നിങ്ങൾ പറയുന്ന ഡയലോഗ് ഒന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങൾ താഴെ. അങ്ങനെ അവർ പറഞ്ഞതിന്റെ തൊട്ടടുത്ത നിമിഷത്തിൽ നിങ്ങൾ സെൽഫായിട്ട് പറയുന്ന ഡയലോഗ് ഉണ്ടല്ലോ, 3 സാധ്യതകളാണ് നിങ്ങൾ പറയാനുള്ളത്. നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കട്ടെ, നിങ്ങൾക്ക് തന്നെ എത്രത്തോളം ഇത് മനസ്സിലാവുന്നുണ്ട്. അതെന്ന് വെച്ച് ഞാൻ കറക്റ്റ് ചെയ്ത് തരാം. പറയാം. 3 സാധ്യതകളാണ് നിങ്ങൾ പറയാനുള്ള സ്വാഭാവികമായിട്ടുള്ള കാര്യം. ഒന്ന് ആരും ടൈപ്പ് ചെയ്യുന്നില്ലേ? അത് ശരിയായില്ല എന്നൊന്നും വളരെ എളുപ്പം അങ്ങനെയൊന്നും അല്ല പറയാ. ശരി സാറിന് അയാളോട് പറയും. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ എന്താണ് അയാൾ എടുക്കാതിരിക്കേണ്ട കാരണം? അയാൾ അത് എടുക്കാതിരിക്കാൻ കാരണം നിങ്ങളെ എന്താണ്? ശരി സാറ് നന്ദി, അതൊക്കെ പറയും നിങ്ങള്. നന്ദി എന്നൊക്കെ അയാളോട്. ഇതൊക്കെ എന്റെ മുമ്പിൽ വന്നിട്ട് പറയും. ഇപ്പൊ താങ്ക് യു പറയും. ഇതൊന്നും അല്ല നിങ്ങൾ ആദ്യം മനസ്സിൽ പറയുന്നത്. ഇതൊന്നും അല്ലാന്ന് എനിക്കും അറിയാം, നിങ്ങൾക്ക്. ആ പോയി, അതൊന്നും അല്ല. ഇതെന്നെ വെറുതെ ഇങ്ങനെ പറയണ, പോയി എന്നൊക്കെ വെറുതെ പറയാണ്. ഇല്ല, ഇത് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല കേട്ടോ, നിങ്ങൾ പറയാഞ്ഞിട്ടല്ല. എന്നാലും അയാൾ ആ പോളിസി എടുത്തില്ലല്ലോ. വിഷമം നമ്മൾ കൂടെ ഉള്ളത്. വിഷമം വെറുതെ. യെസ്, ഒന്നാമത് വെറുതെ സമയം കളഞ്ഞു. രണ്ടാമത്തത് മടുത്തൊക്കെ നിങ്ങൾക്ക് മടുക്കാണ്. നിങ്ങൾ പറയുന്ന സെൽഫായിട്ട് പറയുന്ന കാര്യമുണ്ട്. വെറുതെ ഞാൻ എന്ന വ്യക്തി സമൂഹം അംഗീകരിക്കണം, ഇല്ലല്ല, അതൊക്കെ വളരെ റെയറാണ്. നിങ്ങൾ ആദ്യം അതൊക്കെ നിങ്ങൾ സമൂഹത്തായിട്ട് പറയണേ. എന്നെ മതിയായി, എനിക്ക് മതിയായി, എനിക്ക് മതിയായി, ഈ പരിപാടി എന്നെ കൊണ്ട് പറ്റത്തില്ല, എനിക്ക് മതിയായി. 2 കാര്യങ്ങളാ. ഒന്ന് എനിക്ക് മതിയായി, എനിക്കൊണ്ട് ഇത് പറ്റത്തില്ല, ഐ എം നോട്ട് കേപ്പബിൾ ടു ഡു ദിസ്. രണ്ടാമത്തെ ഹി ഈസ് നോട്ട് ദ റൈറ്റ് പേഴ്സൺ, അയാൾ വാങ്ങിക്കുന്ന ഒരാളല്ല. മൂന്നാമതൊരു ഡയലോഗും കൂടി നിങ്ങൾ പറയും. മൂന്നാമത് വളരെ കൃത്യമായിട്ടൊരു ഡയലോഗും കൂടി നിങ്ങൾ പറയും. ഇല്ലല്ലേ? ഇതൊക്കെ നിങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരല്ലേ, പിന്നെ എന്തിനാ ഞാൻ ചോദിക്കുന്ന ഇത്രയും? എനിക്കറിയാമായിരുന്നു ആദ്യമേ അയാളത് എടുക്കത്തില്ലെന്ന്. അയാൾ ഇങ്ങനത്തെ മനുഷ്യാന്ന് എനിക്ക് ആദ്യമേ അറിയാമായിരുന്നു എന്ന് പറയില്ലേ? ഐ നോ ദാറ്റ് ഹി വിൽ നോട്ട് ബൈ. അതിന് വേറെ കാര്യമുണ്ട്. ഇത് പറയുന്നത് ഇത് നോർമലായിട്ട് 3 ഡയലോഗ്. ആക്ച്വലി ഈ മൂന്ന് ഡയലോഗിന് നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്ക്. എനിക്ക് മതിയായി എന്ന് പറയുന്ന നിങ്ങൾ എന്തിനാണ് പിന്നെ ഇതിന് പോയത്? നിങ്ങൾക്ക് ഇഷ്ടമില്ലാതെ പോയ പരിപാടിയല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം നിങ്ങൾ മറ്റൊരാളോട് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ അയാൾക്ക് അത് അംഗീകരിക്കാൻ പറ്റുമോ? നമ്മുടെ ബേസിക് തിയറി വെച്ചിട്ട് അയാൾ വാങ്ങിക്കോ? നിങ്ങൾ ഓരോ നിമിഷവും സംസാരിക്കുമ്പോൾ എന്ത് വൈബ്രേഷനാണ് കൊടുക്കുന്നത്? നിങ്ങൾ ഓരോ വാക്കും അയാളോട് സംസാരിക്കുമ്പോൾ എന്തായിരിക്കും അയാൾക്ക് ഫീൽ ചെയ്യുന്നത്? നിങ്ങൾക്ക് ഇഷ്ടമില്ലാതെ എടുക്കൂല മുൻവിധിയോടുകൂടി നിങ്ങൾ അയാളോട് സംസാരിക്കുമ്പോൾ അയാൾ റിസീവ് ആവുന്നത്? അയാൾക്ക് റിജക്ഷൻ അല്ലേ? നമ്മൾ പഠിച്ച തിയറി പ്രകാരം അയാൾക്ക് ആകെ കിട്ടുന്ന റിജക്ഷൻ അല്ലേ? അപ്പൊ നിങ്ങളോട് സംസാരിക്കുന്ന ടൂണിൽ വെച്ച് ആൾ പറയും ശരി എടുക്കാം. പക്ഷെ ഇത്ര പ്രാവശ്യം ചെയ്തിട്ട് അതേ ആള് പോയിട്ട് അതേ പ്രൊഡക്റ്റ് മറ്റൊരാളടുത്ത് വാങ്ങിച്ച എത്രയോ സംഭവങ്ങൾ നിങ്ങളുടെ മുമ്പിലില്ലേ? എന്തുകൊണ്ടാത്? പ്രൊഡക്റ്റ് വേണ്ടാഞ്ഞിട്ടാണോ? നിങ്ങൾ കൊടുത്ത വൈബ്രേഷൻ റോങ് ആയിരുന്നു. ഇത് മാത്രമാണ് ഇവിടെ അടിസ്ഥാന തത്വമുള്ളത്. അവിടെ മാറേണ്ടത് നമ്മളുടെ രീതികളാണ്. അല്ലാതെ അവർ പ്രൊഡക്റ്റ് വേണ്ടാത്ത ഇപ്പൊ ഒരാൾ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് വിളിക്കുകയാണ്, നിങ്ങൾ നിങ്ങൾ LIC പോളിസിക്ക് വേണ്ടി നിങ്ങൾ ഒരാളെ വിളിക്കുകയാണ്. ഇപ്പൊ എന്നെ വിളിക്കുകയാണെന്ന് കരുതിക്കോ. എനിക്ക് അതിനോട് ഒരു താല്പര്യമില്ലെങ്കിൽ ഞാൻ എന്ത് മറുപടിയാ പറയാം? എനിക്ക് ആ സാധനത്തോട് ഒരു താല്പര്യമില്ല, ഞാൻ എന്ത് മറുപടി ആയിരിക്കും പറയാം നിങ്ങളോട്? അന്നേരം തന്നെ ഞാൻ പറയും അല്ലെ, 2 ഓപ്ഷൻസ് ആണല്ലോ. ഒന്നിക്കൽ കിളിനാദം കേൾക്കാൻ ഞരമ്പുള്ളവൻ കുറച്ചു നേരം സംസാരിക്കും. അല്ലാത്തവനാണെങ്കിൽ അല്ലെ, അതൊരു സത്യമാണ്, നഗ്ന സത്യമാണ്. അല്ലാത്തവൻ പറയും എനിക്ക് കുറെ പോളിസി ഉണ്ട് കേട്ടോ, ഇനി എന്നെ കൊണ്ട് താങ്ങില്ല, നിങ്ങൾ എന്നെ നിർബന്ധിക്കണ്ട, നിങ്ങൾ വേറെ ആരെയും വിളിച്ച് സമയം കളഞ്ഞോളും. സത്യസന്ധമായിട്ട് ഉള്ള ഒരാളാണെങ്കിൽ അന്നേരം തന്നെ പറയും, യാതൊരു തർക്കമില്ല. അല്ലെങ്കിൽ അയാൾ പറയുമ്പോൾ മനസ്സിലാവും 4-5 പോളിസി ഉണ്ട്, ഇനി അടക്കാൻ പറ്റും. ഈ പോളിസി എടുത്താൽ മാത്രം ഇത് അടക്കണ്ടേ? ഇത് സത്യസന്ധമായിട്ട് അവർ പറയും. ഇല്ലാത്തവർ അത് എടുക്കാൻ താല്പര്യം, ഓക്കെ, ആഗ്രഹം ഉണ്ടാവാം, ചിലവർക്ക് ആഗ്രഹം ഉണ്ടാവാം, പൈസ ഉണ്ടാവില്ല, അവൻ അതും പറയും. ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾ കേൾക്കാൻ, നമ്മള് ആൾക്കാരെ അങ്ങോട്ട് വിളിക്കുമ്പോൾ അവരെ കേൾക്കാൻ നമ്മൾ തയ്യാറല്ലല്ലോ, നമ്മുടെ സ്ഥാനത്ത് എക്സ്പ്ലെയിൻ ചെയ്യല്ലേ. കഴിഞ്ഞ പ്രാവശ്യം എന്നെ ഒരാൾ വിളിച്ചിരുന്നു നാട്ടിൽ നിന്ന്, നമ്മുടെ ക്ലാസ്സിൽ വരുന്ന ഒരാൾ തന്നെയാണ്.
വിളിച്ച് സാറേ ഒന്ന് സംസാരിക്കണം, അത്യാവശ്യമാണെന്ന് പറഞ്ഞു. ഞാൻ വെച്ചു എന്തോ വളരെ അത്യാവശ്യ കാര്യമാണ്. ഞാൻ അങ്ങോട്ട് വിളിച്ചു, എന്താ സംഭവിച്ചെന്ന്. സാറേ ഒരു കാര്യം പറയാനാ. എന്താ സാറേ, ഒരു പ്രൊഡക്റ്റിനെ പറ്റി പറയാം. ഞാൻ പറഞ്ഞു എന്ത് പറ്റി? പിന്നെ പിന്നെ ഫോൺ നിർത്തിയത് 12 മിനിറ്റ് കഴിഞ്ഞിട്ടാ. 12 മിനിറ്റ് കഴിഞ്ഞപ്പോ കട്ടാക്കാനും പറ്റില്ല, ഒന്നും പറ്റാത്ത അവസ്ഥയിൽ ഞാൻ പറഞ്ഞു ഇത് എന്തിനാ എന്നോട് പറയണേ ഇപ്പൊ. അല്ല ഞാൻ എന്നിട്ട് പറഞ്ഞത്, ഞാൻ കഴിഞ്ഞ 11 ദിവസമായിട്ട് സാറേ അഫർമേഷൻ എഴുതുന്നുണ്ട്. സാറ് എന്റെ കയ്യിൽ നിന്ന് ഒരു പോളിസി എടുത്തതിന് നന്ദി നന്ദി എന്നിട്ട് അഫർമേഷൻ എഴുതുന്നുണ്ട്. ഞാൻ അഫർമേഷൻ തെറ്റാണെന്ന് പറയാൻ പറ്റും എനിക്ക്? നിങ്ങൾ വെച്ചിട്ട് പോകുന്നു പറയാൻ പറ്റും? എന്താ ഞാൻ പറയണ്ടേ? എന്റെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. എടുക്കണം എന്ന് വെച്ചാൽ അതൊക്കെ അതിനൊരു രീതിയും സിസ്റ്റംസ് ഒക്കെ ഇല്ലേ. ഇപ്പൊ ഞാൻ ഒന്നും പറഞ്ഞു, ഞാൻ പറഞ്ഞു ഓക്കെ ശരി കേട്ടോ, നമുക്ക് പിന്നെ കാണാം എന്ന് പറഞ്ഞു. പിന്നെ അയാളൊക്കെ ഈ ക്ലാസ്സിൽ കണ്ടില്ല, സന്തോഷമാണ്. അപ്പൊ എടുക്കണം. ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില പോയിന്റുകളെ പറ്റി പറയാം. ഇതല്ല നമ്മുടെ വിഷയം ഇന്നത്തെ. ഞാൻ പറഞ്ഞപ്പോൾ അതിങ്ങനെ പോയിന്നല്ലോ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ബിസിനസ് വിജയകരമാക്കാൻ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ഒരു കാര്യമാണ് കൃത്യമായ ഒരു സ്ട്രാറ്റജിയും കൃത്യമായ ഒരു സിസ്റ്റവും നമുക്ക് വേണം. എന്താണ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ? വലിയ ഇതൊന്നും അല്ല. നമുക്കൊരു ഐഡിയ വേണം. ഇത് എങ്ങനെയാണ് ഞാൻ ഈ സാധനത്തെ വിൽക്കുക, എങ്ങനെയാണ് ഞാൻ എന്റെ പ്രൊഡക്റ്റിനെ മാർക്കറ്റിൽ കൊണ്ട് ആൾക്കാരിൽ എത്തിക്കുക, അത് എങ്ങനെയൊക്കെ എനിക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ ഞാൻ സംസാരിക്കണം, എങ്ങനെ ഏതുപോലുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ പെരുമാറണം, ആരാണ് എന്റെ കസ്റ്റമർ, കൃത്യമായിട്ട് ആരൊക്കെയാണ് എന്റെ കാര്യത്തിൽ വേണ്ടത് എന്നുള്ള ഒരു കൃത്യമായ ഒരു സിസ്റ്റം നമ്മളെ കയ്യിൽ വേണം. എല്ലാവരോടും പോയിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് വിൽക്കാൻ പറഞ്ഞാൽ നടക്കൂല. ദേ ആർ നോട്ട് എ കസ്റ്റമർ ഫോർ യു. അങ്ങനെ അത് നമ്മുടെ മാസ്റ്ററിങ് ഒരു ബിസിനസ്സിൽ അത് കൃത്യമായി പറയുന്നുണ്ട്. എവറിബഡി ഈസ് നോട്ട് യുവർ കസ്റ്റമർ. അതിന് പ്രത്യേക ടൈപ്പ് ആൾക്കാർക്ക് മാത്രമേ നിങ്ങൾ കസ്റ്റമർ ആവാൻ പറ്റൂ. ആ കസ്റ്റമറെ അണ്ടർസ്റ്റാൻഡ് ആവുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനം. ആരാണ് എന്റെ കസ്റ്റമർ എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരാൾക്കാണ് ഏറ്റവും ഫെയിലിയർ ഉണ്ടാവുക. അപ്പൊ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടിരുന്ന ഒരു ബിസിനസിന്റെ വിജയം, ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്നതിന്റെ വിജയം എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് സെറ്റ് ആണ്. എന്തിനോടുള്ള മൈൻഡ് സെറ്റ്? നമ്മൾക്ക് പണത്തോട്, അത് വിൽക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട പണമാണ്. ആ പണം ഉണ്ടാക്കുന്നതിനുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാവണം. അത് കൃത്യമായ ആ മൈൻഡ് സെറ്റ്, കൃത്യമായ ഒരു വരുമാനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള മൈൻഡ് സെറ്റ് നമ്മൾ ഉണ്ടാക്കണം. അപ്പൊ ഇന്ന് സംസാരിക്കുന്ന വിഷയം ഇത്രയേ ഉള്ളൂ. സ്ഥിരമായ ഒരു വരുമാനം ഉണ്ടാക്കുന്നത്, ബിസിനസ്സിൽ സ്ഥിരമായ ഒരു വരുമാനം ഉണ്ടാക്കുന്ന മാനിഫെസ്റ്റേഷനെ പറ്റിയിട്ട് മാത്രമാണ് പറയുന്നത്. മറ്റെല്ലാ കാര്യങ്ങളും നമുക്ക് മറ്റൊരു വിഷയം ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ ഞാൻ എന്റെ ജീവിതത്തിൽ വന്ന ഒരു വലിയ മാറ്റത്തെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞു. ഞാൻ ബിസിനസ് തുടങ്ങിയ സമയത്ത് എന്നെ ഏറ്റവും അലട്ടിയിരുന്ന കാര്യം, എന്റെ വൈഫും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഏറ്റവും വലട്ടിയിരുന്ന കാര്യം എന്ന് പറയുന്നത് എന്റെ വലിയൊരു മെന്റൽ ബ്ലോക്ക് ആയിരുന്നു. കാരണം എനിക്ക് പോലും വിശ്വസിക്കാൻ സാധിച്ചില്ല എന്റെ ബിസിനസ് സ്ഥിരമായിട്ടൊരു വരുമാനം എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന്. കച്ചവടമൊക്കെ നടക്കുന്നുണ്ട്. ഈ മാസം കച്ചവടം നടന്നു. കച്ചവടം, അയ്യോ ഹാപ്പി, ഞാൻ കച്ചവടം ഈ മാസം സാധനം പ്രൊഡക്റ്റ് വിറ്റു കേട്ടോ എന്നുള്ള ഭയങ്കര ഭാഗ്യം പോലെ ആ കച്ചവടം നടന്നായിക്കൊണ്ട് നടക്കുന്നുണ്ട്. ഇത് നിങ്ങൾ എല്ലാവരും അനുഭവിക്കുന്നുണ്ടാവും. ഒരു പ്രൊഡക്റ്റ് വിറ്റ് നടന്നു കേട്ടോ, കിട്ടിയ സന്തോഷിക്കേണ്ടെന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. അത് നടന്നത് ഒരു ഭാഗ്യം നടന്ന പോലെയാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ നിങ്ങൾ മറ്റുള്ള ചുറ്റുമുള്ള ആൾക്കാരെ നോക്കുക, അവർ ആ പ്രൊഡക്റ്റ് വിറ്റു അടുത്ത പ്രൊഡക്റ്റിലേക്ക് ഒരു ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അവർക്ക് ഇതിനെപ്പറ്റി ഒന്ന് ചെറുതായിട്ട് നടക്കുന്നതിനെ പറ്റി അവർ ബോധയുടെ അല്ല. അവർക്ക് കൃത്യമായിട്ട് ആ ദിവസത്തെ കച്ചവടം, അന്ന് വിചാരിച്ച ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യുമ്പോൾ മാത്രമാണ് അവർ അത് ആസ്വദിക്കുക. ഐ ഗോട്ട് ഇറ്റ് ദിസ് ഡേ. ഞങ്ങളൊക്കെ സെയിൽസ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഡെയിലി സാറേ ഇന്ന് എന്റെ മാനേജറോടൊക്കെ പോയിട്ട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ, സാറേ ടുഡേ ഐ ഡിഡ് ദിസ് മച്ച് എന്ന് പറയുമ്പോൾ ചോദിക്കും, ഓക്കെ ഹൗ മച്ച് മോർ യു ഡു ടുഡേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഇന്നത്തെ നമ്മൾ ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ട് മാസത്തിൽ ടാർഗറ്റ് ഡെയിലി ആക്കി ഡിവൈഡ് ചെയ്തിട്ട് ഡേ ടാർഗറ്റ് അച്ചീവ് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ മാനേജറോട് പറയാ ഞാൻ ഇന്നത്തെ ടാർഗറ്റ് അച്ചീവ് ചെയ്തു എന്ന്. യെസ്. അപ്പൊ പറയുന്ന വാക്കെന്താ അറിയാം? തൊട്ടടുത്ത വാക്കെന്താ അറിയാം? ഹൗ മച്ച് മോർ യു ക്യാൻ ഡു ഇറ്റ് ടുഡേ, ഷോ മീ ദാറ്റ്. എന്താ പറയുക, നിനക്ക് എത്ര കൂടുതൽ ഇന്ന് നിന്റെ ടാർഗറ്റ് അച്ചീവ്, ഇതിന് ഒരു കൺഗ്രാചുലേഷൻ ഒന്നും ഇല്ല. തൊട്ടടുത്തപ്പോൾ നിനക്ക് എത്ര കൂടുതൽ ചെയ്യാൻ പറ്റുന്നത് കാണിച്ചതാ. എന്താണെന്നറിയോ? അപ്പോഴാണ് നമുക്ക് വീണ്ടും ചാർജ് ചെയ്യുന്നത്. കാരണം നമ്മൾക്ക് ചെയ്യാൻ പറ്റി എന്നുള്ള ഒരു തോന്നൽ വരുമ്പോൾ അടുത്ത ബൂത്ത് ചാർജിങ് ആണ്. നമ്മൾ എന്താ ചെയ്യുന്നത്? ഞാൻ ഇന്നത്തെ ഫുൾ ചെയ്തു കേട്ടോ, യെസ് ഇന്ന് സുഖമായിട്ട് കിടന്നിറങ്ങട്ടെ. ഇതല്ലേ നമ്മുടെ ഡയലോഗ്? ഇന്ന് ഞാനൊരു പ്രൊഡക്റ്റ് വിറ്റ് സുഖമായിട്ട്. കാരണം ഇന്നലെ നമുക്ക് എക്സ്പീരിയൻസ് ആണ്. മറ്റേ രാവിലെ എഴുന്നേറ്റ് ചിരിച്ചപ്പോ ഫുൾ റീചാർജഡ് ആണ് ചിരിച്ചപ്പോ. ഇന്ന് പോയതെല്ലാം ചിരിച്ചത്. അതേപോലെ നമ്മൾ നമ്മുടെ ടാർഗറ്റ് സെറ്റ് ചെയ്ത് അച്ചീവ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത ബൂസ്റ്റിംഗ് ആണ് അവിടെ. ആ ബൂസ്റ്റിംഗ് ചെയ്യാൻ നമുക്ക് സാധിക്കുമ്പോഴാണ്. ഞാനിപ്പോ അടുത്ത കാലത്ത് ചെയ്തതാണ്, എന്റെ വാൾപേപ്പർ, എന്റെ ഫോണിന്റെ വാൾപേപ്പർ മാറ്റി ഒരു മാസം മുമ്പേ വരുമാനത്തിന്റെ ഒരു 10 ഇരട്ടി കൂട്ടിയിട്ട് വാൾപേപ്പർ സെറ്റ് ചെയ്ത് വെച്ചിട്ട് എന്റെ മാസ വരുമാനം ഇത്ര ലക്ഷം രൂപയായത് ആയിരിക്കുന്നു. അത് കാണുമ്പോഴേക്ക് ആയില്ല കേട്ടോ, ആയിട്ടില്ല, ഇനിയും ചെയ്യണം.
ഇനിയും ചെയ്യണം. ഞാനിപ്പോൾ ഇവിടെ നിന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ക്ലാസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ പുതിയ കോഴ്സിനെ പറ്റി ഡിസൈൻ ചെയ്യുമ്പോൾ ആദ്യം ഞാൻ കുറച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ക്ഷീണം വരുമല്ലോ. കുറേ എഴുതണ്ടേ, ഈ സാധനം എഴുതി തയ്യാറാക്കണ്ടേ. ഇതിപ്പോ നിങ്ങളോട് പറയുന്ന മൊത്തം എഴുതി തയ്യാറാക്കിയിട്ട് പഠിച്ചിട്ട് വേണ്ടേ പറയാൻ. അപ്പൊ ഭയങ്കര ക്ഷീണം വരും. രാവിലെയൊക്കെ ഭയങ്കര ഈ സൂമിലൊക്കെ കയറി റെക്കോർഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഡ്രൈ ആയിപ്പോകും. ആ ഡ്രൈ ആകുന്ന സമയത്ത് വേഗം എടുത്ത് നോക്കും. ഓ, ഒന്നും ആയില്ല, ഈ മാസത്തെ പരിപാടി നടക്കൂല, ക്ഷീണം വന്നാൽ നടക്കൂല എന്ന് തോന്നണമെങ്കിൽ ഈ സാധനം വേണം. അപ്പൊ ഇങ്ങനെ നമ്മൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് വേണ്ടത് ആ മാനസിക തടസ്സത്തെ പുറത്തു കൊണ്ടുവരിക. ഭാഗ്യമല്ല ബിസിനസ്സിൽ ദർ ഇസ് നോ ലക്ക് ഇൻ ബിസിനസ്, ഓൺലി ദ ആക്ഷൻ. കറക്റ്റ് ആക്ഷൻ എടുക്കുന്നവര്, കറക്റ്റ് മൈൻഡ് സെറ്റ് ആണ് ബിസിനസിന്റെ വിജയം. വേറൊന്നുമല്ല, കറക്റ്റ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ആണ് ബിസിനസ്സിലെ വിജയം എന്ന് പറയുന്നത്. അപ്പൊ ഞാനിപ്പോഴും ആലോചിച്ചു, എങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെ ബിസിനസ് ചെയ്യാൻ പറ്റും, എന്താണ് ഇവർ ബിസിനസിന്റെ രഹസ്യം എന്നൊക്കെ പണ്ട് കുറേ ആലോചിച്ച് നടന്നതാണ്. പക്ഷെ ഈ ബ്ലോക്കേജുകളെ ഒന്ന് കവർ ചെയ്യാൻ സാധിച്ചപ്പോഴാണ് നമുക്ക് വിഷയം വന്നത്, കൃത്യമായി മനസ്സിലായത്. എന്താണ് എന്തുകൊണ്ടാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ബ്ലോക്കേജ് വരുന്നത്, എന്താണ് ഇത് പഠിപ്പിക്കുന്നത്. അപ്പൊ ഞാനതിന് കൃത്യമായി മനസ്സിലാക്കിയ ചെറിയ മൂന്നാല് കാര്യങ്ങൾ മാത്രം, മൂന്ന് കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകാം. വളരെ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന്, നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട സ്ഥിരമായിട്ട് ബിസിനസ് സെയിൽസ് ലഭിക്കണമെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്ന കസ്റ്റമറിലേക്കാണ്. ഇറ്റ്സ് വെരി റോങ് വേ. നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. ആൾക്കാർ നിങ്ങളെ തേടി എത്തണമെങ്കിൽ യു ഷുഡ് ഷിഫ്റ്റ് യുവർ മണി മൈൻഡ് സെറ്റ് എന്ന് പറയും. നമ്മുടെ പണത്തോടുള്ള മനോഭാവമാണ് മാറ്റേണ്ടത്. ഇതൊരു ഗെയിം ചേഞ്ചർ ആണ്. കാരണം നമ്മളിപ്പോ പറഞ്ഞത് പണം ലഭ്യമല്ല എന്ന നിങ്ങളുടെ പഴയ വിശ്വാസം. ഇപ്പൊ തന്നെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞില്ലേ, എന്തുകൊണ്ട് എനിക്ക് ഈ മാസം ബിസിനസ് ചെയ്യാൻ പറ്റില്ല എന്ന് ഉദാഹരണം പറയുമ്പോൾ മാഡം കൃത്യമായി പറഞ്ഞു, എനിക്ക് കുറച്ചും കൂടി ഫണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ സെയിലും കൂടി എക്സിക്യൂട്ട് ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു. മറ്റൊരാൾ പറഞ്ഞു, എനിക്ക് ഇത്രയായിരുന്നു ബിസിനസ് വേണമെന്ന് ആഗ്രഹിച്ചത്, പക്ഷെ എനിക്കൊന്നും കിട്ടിയില്ല എന്ന്. ദാറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് യുവർ മണി മൈൻഡ് സെറ്റ് ആണ്. ഈ മണി മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന ആ പഴയ വിശ്വാസം വലിച്ചെറിയാത്തിടത്തോളം കാലം നിങ്ങൾക്ക് ഇതിനകത്ത് പുറത്തു കടക്കാൻ സാധിക്കുകയില്ല. പണം എപ്പോഴും ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള രീതിയിൽ എന്റെ കയ്യിൽ എത്തുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ചു പോകുന്ന ഒരാൾക്ക് ഇതൊന്നും ഒരു തടസ്സമേ ആകില്ല എന്ന് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം. ഇന്ന് 30-ാം തീയതിയാണ്. ഇന്ന് നമുക്ക് ഒരുപാട് ബില്ലുകൾ പേ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ആലോചിച്ചു, എങ്ങനെയപ്പോ പേ ചെയ്യുന്ന എന്താണ് വഴി എന്ന് ആലോചിച്ചിരിക്കുമ്പോൾ തൊട്ടടുത്ത് എനിക്ക് മനസ്സിലായി, എന്തിനാ ആലോചിക്കുന്നത്, 30-ാം തീയതി നടന്നോളൂ. ഇതുവരെ നടന്നിട്ടുണ്ട്. സുഖമായിട്ട് കാശ് വരും. കൃത്യമായിട്ട് നമ്മളിൽ കാശ് വരികയും ചെയ്യും, അത് നടക്കുകയും ചെയ്യും. നമ്മൾ മാത്രമാണ് അത് നടക്കാതെ ഈ സംഭവത്തെ ബ്ലോക്കേജ് വെക്കുന്നത് എന്ന് ഒന്ന് തിരിച്ചറിയുക. അതായത് നമ്മുടെ പണത്തോടുള്ള മൈൻഡ് സെറ്റ് നമ്മൾ മാറ്റണം. ഇതാണ് കൃത്യമായി മനസ്സിലാക്കുക. എങ്ങനെയാണ് മാറ്റുക? 3 കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ 3 things you practice every day, it will change your mind. എന്താണ്? 1, പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻ പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ. എൻ്റെ ബിസിനസ്സിൽ എനിക്ക് സ്ഥിരമായി വരുമാനം വരുന്നു എന്ന് ധൈര്യപൂർവ്വം ദിവസവും 10 പ്രാവശ്യം എഴുതാൻ പറ്റുന്ന ആൾക്കാർ ഇവിടെ എത്ര പേരുണ്ട്? എൻ്റെ ബിസിനസ്സിൽ എനിക്ക് സ്ഥിരമായി വരുമാനം ഉണ്ടാകുന്നു എന്ന് എഴുതാൻ പറ്റുന്ന ഒന്ന് ടൈപ്പ് ചെയ്ത് ആർക്കൊക്കെ എഴുതാൻ പറ്റും? എല്ലാ ദിവസവും നിങ്ങൾ എഴുതി നോക്കൂ. എവിടുന്ന് വരുന്നു ഒന്നും നിങ്ങൾ നോക്കണ്ട. അപ്പൊ എഴുതാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ അറിയിക്കും, എങ്ങനെ വരും? അതൊന്നും നിങ്ങളുടെ വിഷയമല്ല. എഴുതി നോക്കൂ. ഞാനൊരു പണം ആകർഷിക്കുന്ന കാന്തമാണ് എന്ന് അംഗീകരിക്കാൻ പറ്റുന്ന എത്ര പേരുണ്ട് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്? എൻ്റെ ക്ലയന്റ് എന്നെ തേടി എത്തുന്നു എന്ന് പറയാൻ ധൈര്യമുള്ളവർ എത്ര പേരുണ്ട്? ഞങ്ങളെല്ലാവരും ക്ലയന്റിനെ അങ്ങോട്ട് പോയി ക്ലിക്ക് ചെയ്യണം, അല്ലേ? ഒരിക്കലും അതല്ല ശരിയായ ബിസിനസ്. ഞാൻ പലകൂട്ടി പറഞ്ഞിട്ടുണ്ട്. ക്ലയൻസ്, ആവശ്യക്കാരൻ നമ്മളെ തേടി വരും. നമ്മൾ അവർക്ക് അവൈലബിൾ ആയി കൊടുത്താൽ മാത്രം മതി. ഇത് നമ്മുടെ ഉപബോധ മനസ്സ് എപ്പോഴാണോ വിശ്വസിച്ചു തുടങ്ങുന്നത്, ഗെയിം ചേഞ്ച് ആയി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ എൻ്റെ ഉദാഹരണം പറയുമ്പോൾ തന്നെ വീണ്ടും ഇവിടെ തന്നെ ഉദാഹരണം പറയാം. ഞാൻ എൻ്റെ ഈ കോച്ചിങ് ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് അങ്ങോട്ട് വന്നിട്ട്, മാഡം ഒന്ന് എൻ്റെ ഒരു ക്ലാസ് എടുക്കുമോ, ഇതിന് ഇത്രയേ രൂപ വിലയുള്ളൂ, നിങ്ങൾക്ക് വലിയ മാറ്റം ഉണ്ടാവും, ഒന്ന് എടുക്കുമോ എന്ന് പറയാറുണ്ടോ? നിങ്ങൾ എന്നെ അന്വേഷിച്ച് വരികയാണോ ചെയ്യുന്നത്? ഞാൻ 100% സത്യസന്ധമായി നിങ്ങൾ ആഗ്രഹിച്ച സാധനം ഞാൻ ഇവിടെ തരുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ട പ്രൊഡക്റ്റ് ഇവിടെ ഉണ്ട്, അല്ലേ? അതിൽ ഒരു കലർപ്പുമില്ല. 100% നിങ്ങൾക്ക് തരുന്നത് മാത്രമല്ലേ ഞാൻ ചെയ്യുന്ന ജോലി. ഇത് നിങ്ങളെ പ്രൊഡക്റ്റും വർക്ക് ചെയ്യില്ലേ? എനിക്ക് എൻ്റെ കുടവയർ കുറക്കണമെങ്കിൽ ഇത് വിൽക്കുന്ന സാധനമുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ അന്വേഷിച്ച് പോകൂല്ലയോ? അത് അവൈലബിൾ ആയി കിട്ടിയാൽ മതി. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മാത്രം മതി. നമ്മൾ നേരെ തിരിച്ചാ ചെയ്യുന്നത്. അങ്ങനെ പറയുന്നതുകൊണ്ട് കുറെ കാര്യങ്ങൾ യെസ്,
ഇത് നിങ്ങളിപ്പോ ഹാപ്പിനെസ് മാസ്റ്ററി വന്നതിന് ശേഷം നിങ്ങൾക്ക് ഈ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ ഒന്നത്. രണ്ടാമത്തെ പോസിറ്റീവ് അഫർമേഷൻ. രണ്ടാമത്തെ കാര്യം ഗ്രാറ്റിറ്റ്യൂഡ്. എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ്? ലഭിച്ച ഓരോ കച്ചവടത്തിനും, ലഭിച്ച ഓരോ കസ്റ്റമർക്കും, ലഭിച്ച ഓരോ തുണ്ട് പൈസയ്ക്കും, ലഭിച്ച എന്ത് തന്നെ നിങ്ങൾക്ക് ലഭിച്ചാലും, ഒരു അനുഭവം ലഭിച്ചാൽ താങ്ക് യു പറയാൻ, നന്ദി പറയാൻ. ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾക്ക് നൽകുന്ന ഓരോ അനുഗ്രഹങ്ങൾ, ചിലപ്പോൾ ഒരു കസ്റ്റമർ നിങ്ങൾ റിജക്ട് ചെയ്തതായിരിക്കാം, എനിക്ക് വേണ്ട നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്ന് തെറി പറഞ്ഞതായിരിക്കാം. സേ താങ്ക്സ് ടു ദം. എന്താണെന്നറിയോ, അവിടെ ആ തെറി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എവിടെയോ എൻ്റെ വാക്കിലോ തെറ്റ് പറ്റിയിട്ടുണ്ട്, അതിന് ഞാൻ തിരുത്തണം എന്നുള്ള ബോധം നമുക്ക് വരുമ്പോൾ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് നൽകി. യെസ്, താങ്ക് യു, എനിക്കൊരു പുതിയ ലെസൺ ആണ്. ഞാൻ പറഞ്ഞത് എന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തി ഞാനിത് പ്രാക്ടീസ്. എത്രയോ പുസ്തകങ്ങൾ വായിച്ചപ്പോഴാണ് ഞാനിതൊക്കെ 5 AM ക്ലബ്ബ്, റോബിൻസൺ, മോങ്ക് ഹൂ സോൾഡ് ഹിസ് ഫെറാറി, ഇതൊക്കെ വായിച്ചപ്പോഴാണ് ഞാൻ ഇതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലാക്കിയത്. അതിനുശേഷമാണ് അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ പറയാം, ഒന്നായിട്ട് പറഞ്ഞു. അപ്പോഴും ഞാൻ ഒരു കസ്റ്റമർ ഒരു ഓർഡർ എനിക്ക് മിസ്സായി കഴിഞ്ഞാൽ ഞാൻ അതിന് പ്രത്യേകം താങ്ക് യു പറയും. ഞാൻ അന്ന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ സെയിൽസ് ടീമിനെ മുഴുവൻ വിളിച്ചിരുത്തിട്ട് പറയും, നിങ്ങൾ എല്ലാവരും ഈ ഓർഡർ നമുക്ക് മിസ്സായതിന് താങ്ക് യു പറയണം കേട്ടോ. കാരണം എന്താ അറിയോ, ആ കസ്റ്റമർ ഏത് ടൈപ്പാണ്, ആ കസ്റ്റമറെ പറ്റി കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. നെക്സ്റ്റ് ടൈം ആ കസ്റ്റമർക്ക് കോട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ നമ്മൾ ഇത് ഓർത്തിട്ട് മാത്രമേ കോട്ട് ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ നോർമലായിട്ട് നോക്കുക. അത് കൃത്യമായി മനസ്സിലാക്കി നമ്മൾ എല്ലാവരും താങ്ക് യു പഠിപ്പിക്കാറുണ്ട് ഞാൻ. ഇതൊന്നും ഓരോ പൈസക്ക് മാത്രം ഓരോന്നിനും നന്ദി പറയണം. മൂന്നാമത്തെ കാര്യം മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന സംഭവം. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ ഇന്നിൽ ജീവിക്കുക എന്ന് പറയുന്നത്. നമ്മൾ ഇന്നത്തെ അവസ്ഥ എന്താണ്, നമ്മളിപ്പോ എന്താണ്, നാളെ കൊടുക്കാനുള്ള പൈസയും മറ്റന്നാൾ കൊടുക്കാനുള്ള പൈസയും വരാനിരിക്കുന്ന ബില്ലിനെ പറ്റിയിട്ടും ഒക്കെ ആലോചിച്ചിട്ടാണ് നമ്മൾ ടെൻഷൻ അടിക്കുന്നത്, അല്ലെ? അടുത്ത മാസം എന്താവോ എന്തോ, ഈ മാസം നടന്നു. നമ്മൾ കച്ചവടത്തെ ചോദിക്കുമ്പോൾ ആദ്യം പറയണത് എന്താ അറിയോ, എങ്ങനെയൊക്കെ ആയിട്ട് ഈ മാസം നടന്നു കിട്ടി, അടുത്ത മാസം എന്താവുമോ എന്തോ. അടുത്ത മാസം ആര് എവിടെ എന്തുണ്ടാവുന്ന ആർക്കറിയാം? ആർക്കെങ്കിലും മുൻകൂട്ടി പറയാൻ പറ്റുമോ? അപ്പൊ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് പണത്തെക്കുറിച്ചുള്ള നമ്മളുടെ ഉള്ളിലെ ഭയങ്ങളെയും സംശയങ്ങളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ചിന്തകളെ മാറ്റി പോസിറ്റീവായിട്ട് മാത്രം തിരഞ്ഞെടുക്കുക. അത് ഇന്ന് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, അതിൽ കൃത്യമായി ജീവിക്കാൻ പഠിക്കുക. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി നമ്മൾ പണവുമായിട്ടുള്ള മൈൻഡ് സെറ്റ് മാറ്റാൻ നിങ്ങളെ സഹായിക്കുന്ന 3 ലളിതമായ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതൊന്ന് പ്രാക്ടീസ് ചെയ്തെടുക്കുക. രണ്ടാമത്തെ കാര്യം, ഒരു കൺസിസ്റ്റൻസി ആയിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ടാക്കുക. ഇംപ്ലിമെന്റ് കൺസിസ്റ്റൻസ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയും. എന്താണ്, നമ്മുടെ പ്രൊഡക്റ്റിനെല്ലാം മാർക്കറ്റിംഗ് തന്ത്രം വേണം. ഒരു മനോഭാവം മാത്രം, ഇത് മനോഭാവം കൊണ്ടുവച്ചാൽ മാത്രം പോരാ, അതിന് പ്രവർത്തിക്കണം. ഇത് എങ്ങനെയാണ് ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്, ഞാൻ ഏത് രീതിയിൽ പറഞ്ഞാൽ ആൾക്കാർ ഇത് വാങ്ങിക്കും, ഏത് രീതിയിൽ ഓരോ കസ്റ്റമർക്കും മനസ്സിലാവുന്ന രീതിയിൽ എങ്ങനെ എനിക്കിത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ മൈൻഡ് സെറ്റ് മാറുന്നതനുസരിച്ച് മാർക്കറ്റിംഗ് സെയിൽ, ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ച് സെയിൽ എന്ന് പറയാം, സെയിൽ ഒരു ഭാരമായിട്ടാണ് തോന്നുന്നതെങ്കിൽ then you are wrong, you cannot do that. ഞാൻ ആദ്യം കോളേജ് ലൈഫ് കഴിഞ്ഞപ്പോൾ സെയിൽസിലേക്ക് പോയപ്പോൾ എന്റെ മാനേജർ ആദ്യം പറഞ്ഞ കാര്യം വെച്ചാൽ, നീ ഒരു സാധനം വിൽക്കാൻ ഒരാളത്ത് പോകുന്നു, you go for ഒരു സാധനം വിൽക്കാനായിട്ട് ഒരു കസ്റ്റമർ അടുത്ത് പോകുന്നുണ്ടെങ്കിൽ ഒരിക്കലും അവരെടുത്ത് നിന്റെ കയ്യിലുള്ള സാധനം നിനക്കൊരു ഭാരമായി തോന്നരുത്. വളരെ ലളിതമായിട്ട്, എത്ര വലിയ വിലയുള്ള, അന്ന് 40,000 50,000 രൂപ വിലയുള്ള 96 97 40,000 50,000 രൂപ വിലയുള്ള ഈ മൊബൈൽ ഫോണും പേജറൊക്കെ ആയിരുന്നു 20,000 30,000 പേജറൊക്കെ വിൽക്കാൻ പോകുമ്പോൾ അത് അത്രയും വലിയ ഷോർട്സുകൾ എടുത്തേ പോകാൻ പറ്റുള്ളൂ, ഇന്നത്തെ പോലെ ഒന്നും അല്ല. അപ്പൊ അവരോട് പോകുമ്പോൾ നമ്മൾ ആദ്യം വിൽക്കുന്നത് ഇവർക്ക് വാങ്ങിക്കൂ, ഇവർക്ക് ഇത്ര കാശുണ്ടാവും. എനിക്ക് പലപ്പോഴും ബാംഗ്ലൂർ ഞാൻ ഈ ചെറിയ സ്ഥാപനങ്ങളിലൊക്കെ പോകുമ്പോൾ 25,000 30,000 രൂപയ്ക്കാണ് പേജറിന്റെ വിലയൊക്കെ ഉണ്ടായത് ആ സമയത്ത്. അപ്പോ മന്ത്ലി വെക്കണം. മൊബൈൽ ഫോൺ വന്ന അൽക്കട്ടൽ ഫോണൊക്കെ വന്നപ്പോൾ 40,000 രൂപയ്ക്ക് വിലയായിരുന്നു. അപ്പൊ ചെറിയ ഷോപ്പുകാർ വിളിക്കും, ചെറിയ ബിസിനസ്സുകാരൊക്കെയാന്ന് കാണുമ്പോൾ ചെറിയ ഷോപ്പേ ഉണ്ടാവുള്ളൂ. അപ്പൊ അവർ വിളിക്കും, നമ്മളെ പോകുമ്പോൾ നമ്മൾ അവിടെ വിസിറ്റ് ചെയ്ത് അവരൊക്കെ നോക്കിയിട്ടൊക്കെ വേണം കൊടുക്കാനായിട്ട്. അപ്പൊ അവര് നമ്മൾ ഇവന് ഇവിടെ ഇതൊക്കെ വാങ്ങിക്കാനൊക്കെ കാശുണ്ടാവുമോ, എന്നെ കൊണ്ട് ഇതൊന്നും വിൽക്കാനും പറ്റില്ല ഇവരൊക്കെ എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സ് വിചാരിച്ചേക്കും. പക്ഷെ നമ്മൾ പോലും ഞെട്ടിപ്പോവും. ആൾക്കാർ ഓൺ ദ സ്പോട്ട് ക്യാഷ് എടുത്തുന്ന, ഒരിക്കലും അത്രയും ക്യാഷ് കയ്യിലുണ്ടാവും, നമുക്കൊന്നും പുറത്തും കണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ മാർക്കറ്റിംഗ് ഒരിക്കലും ഒരു ഭാരമായി തോന്നാതെ നമ്മളുടെ മനോഭാവം, ആ സാധനം വിൽക്കാനുള്ള കഴിവ് എനിക്കുണ്ട് എന്നുള്ള കൃത്യമായ മനോഭാവം നമുക്ക് വേണം. ഇത് കൊണ്ട് വരുമാനം ഈ സാധനം വിൽക്കുന്നതാണ് എന്റെ വരുമാന മാർഗം എന്നും ഞാൻ ഇത് വലിയൊരു മാർക്കറ്റിംഗ് ടൂളായിട്ട് എടുക്കുന്നു, സ്വയം മാറുന്നു എന്നുള്ള ബോധം ഉണ്ടാവണം. അതിനെന്താണ് ചെയ്യേണ്ടത്? ഒരു വ്യക്തമായൊരു പ്ലാൻ ഉണ്ടാവണം നമുക്ക്. ഓരോ ദിവസവും
ഏതൊക്കെ രീതിയിലുള്ള പ്രവർത്തനമാണ് നമ്മൾ നടത്തുന്നത്, എന്ത് സോഷ്യൽ മീഡിയയിൽ എന്താണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് കോൾസുകൾ എത്രയാ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് ടൈപ്പിലെ സ്റ്റാറ്റസ്, ഇപ്പൊ പറഞ്ഞ കുറെ മാറി സ്റ്റാറ്റസുകൾ ഏതാണ് വെക്കുന്നത്, അല്ലെങ്കിൽ ഏത് ആളെയാണ് ഞാൻ ഇന്ന് വിളിക്കാൻ പോകുന്നത്, ഇന്ന് വെള്ളിയാഴ്ച ഏതാളെ വിളിക്കാൻ പറ്റും, തിങ്കളാഴ്ച ഏതാളെ വിളിക്കാൻ പറ്റും, ഞായറാഴ്ച ഏതാളെ വിളിക്കാൻ പറ്റും എന്നൊക്കെ നമുക്കൊരു മനസ്സിൽ ഐഡിയ വേണം. ഒരു കംപ്ലീറ്റ് ബിസി ആയിട്ട് നിൽക്കുന്ന ഒരാളെ തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് വിളിച്ച അയാളുടെ അവസ്ഥ എന്തായിരിക്കും? ഓഫീസിൽ പോകുന്ന ഒരാൾക്ക് അയാൾ നല്ല തിരക്കും, ഞായറാഴ്ച തിരക്ക് കഴിഞ്ഞ് നല്ല തിരക്കിലായിരിക്കും. അപ്പൊ ആ ആളുടെ തിരക്ക് ഏതാണെന്നൊക്കെ നമുക്ക് ഈ ആക്ഷൻ പ്ലാനിൽ മനസ്സിലാക്കി വെക്കാൻ പറ്റും. എന്നിട്ട് മാത്രമേ വിളിക്കാൻ പാടുള്ളൂ. അപ്പൊ അത് ഒന്ന് മനസ്സിലാക്കി. ഇനി രണ്ടാമത്തെ കാര്യം, കൺസിസ്റ്റൻസി ഈസ് കീ എന്ന് പറയും. നിരന്തരമായ പ്രവർത്തനം. ഒരു ദിവസം പോലും നിങ്ങൾ പ്ലാൻ മാറ്റരുത്. എല്ലാ ദിവസവും കൃത്യമായി ആ പ്ലാനുകൾ നടപ്പിലാക്കുക. ഫലം കണ്ടോ കണ്ടില്ലയോ ഒന്നും വിഷയമല്ല. അതൊന്നും നിരാശപ്പെടേണ്ടല്ല. ഫലമൊക്കെ പലപ്പോൾ പല രീതിയിലാണ് വരിക. ഒരു കസ്റ്റമർ വിളിച്ചുകൊണ്ട് എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് വൈൻഡപ്പ് ചെയ്ത് പോവുകയല്ല വേണ്ടത്. അടുത്ത പരിപാടി, ഞാൻ ഇന്ന് 10 കസ്റ്റമർ വിളിക്കും. 10 കസ്റ്റമർ വിളിക്കുക. 10 കസ്റ്റമർ ശരിയാണോ തെറ്റാണോ, അവരെന്ത് പറഞ്ഞു പറഞ്ഞില്ല, ഇതൊന്നും നമ്മുടെ വിഷയമല്ല. 10 കംപ്ലീറ്റ് ചെയ്യും. അടുത്ത ദിവസം 10 വിളിക്കും. അങ്ങനെ ആ കസ്റ്റമർ ഇങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകണം. അവർ പറയണം നിങ്ങൾ തിങ്കളാഴ്ച വിളിക്കൂ. അപ്പൊ അടുത്ത തിങ്കളാഴ്ച നോട്ട് ചെയ്തിട്ട് തിങ്കളാഴ്ച കൃത്യം 10 മണിക്ക് വിളിക്കണം. അപ്പൊ അവർ മനസ്സിലാവും, ഇവർ എന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട് കേട്ടോ എന്ന്. അങ്ങനെ കുറെ കസ്റ്റമർ സ്റ്റാറ്റസ് കുറെ ഉണ്ട് സെയിൽസ്, അത് മറ്റൊരു സമയത്ത് പഠിപ്പിക്കാം. അപ്പൊ മൂന്നാമത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കസ്റ്റമറെ മനസ്സിലാക്കുക എന്ന് പറയുന്നത്. നിങ്ങളുടെ ഡ്രീം കസ്റ്റമർ ആരാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ പറ്റുന്ന ആൾക്കാർ, അതെത്ര പേര് മനസ്സിലാക്കിയിട്ടുണ്ട്? അവർക്ക് എന്ത് പ്രശ്നമാണുള്ളത്, അതിന് എന്ത് പ്രൊഡക്റ്റാണ് ഞാൻ കൊടുക്കേണ്ടത്, എന്ത് സർവീസാണ് ഞാൻ കൊടുക്കേണ്ടത്. കുടവയറുള്ളവന് കുടവയർ കുറക്കാനുള്ള ഇത് എന്താ പറയാ, ആ പ്രൊഡക്റ്റ് കൊടുക്കുന്നതിന് പകരം അവന് മറ്റേതെങ്കിലും കൊടുത്തിട്ട് മുടി കൊഴിയുന്നതിന് കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ, അല്ലെ? അപ്പൊ അത് മനസ്സിലാക്കണം. അവർ ഏത് ടൈപ്പാണ്, എങ്ങനെയാണ്, എന്താണ് അവർ പ്രശ്നം. അപ്പൊ അത് കുശലാന്വേഷണങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നമ്മളത് മനസ്സിലാക്കി അയാളുടെ യഥാർത്ഥ പ്രശ്നം എന്താണ്, അതിന് പ്രൊഡക്റ്റ് കൊടുക്കണം. ഇത് മനസ്സിലാക്കണം. ഇത് ഈ നമ്മുടെ എന്താ പറയാ, വ്യക്തമായ പ്ലാനിൽ ഉണ്ടാവേണ്ട 3 കാര്യങ്ങൾ. സ്ട്രാറ്റജി ഇംപ്ലിമെന്റ്, കൺസിസ്റ്റന്റ് സ്ട്രാറ്റജിയിൽ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി അടുത്ത മൂന്നാമത്തെ പോയിന്റ്, നമ്മളെപ്പോഴും ബിസിനസ്സിൽ ആത്മവിശ്വാസം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. നിങ്ങളുടെ ബിസിനസ്സിൽ ആത്മവിശ്വാസം പുലർത്തുക എന്ന് പറയുന്നത് ഇത് വളരെ വളരെ ഒരു മാജിക്കൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മൾ പലപ്പോഴും പലർക്കും സംഭവിക്കുന്ന കാര്യം എന്താണ്, എന്റെ ബിസിനസ്സിൽ എനിക്ക് തന്നെ ആത്മവിശ്വാസമില്ല. നമ്മുടെ മനോഭാവം ഏത് രീതിയിൽ മാറ്റിയെടുക്കുന്നു എന്ന് വളരെ പ്രധാനമാണ്. ഞാൻ ചെയ്യുന്ന ബിസിനസ്സിൽ എനിക്ക് ആത്മവിശ്വാസം ഇല്ലെങ്കിൽ എൻ്റെ അടുത്ത് വരുന്നവർക്ക് എവിടെ നിന്നുണ്ടാവും ഈ സാധനം? അവരെന്തിനു വരും? ഇത് വളരെ പ്രധാനം. ഇത് എന്നെ കൊണ്ട് വിൽക്കാൻ പറ്റും, ഇത് വിറ്റാൽ ഇന്ന വിഷയങ്ങളുണ്ട്, ഗുണങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി വിശ്വസിക്കാതെ ഒരാൾക്ക് ഇത് വിൽക്കാനേ പറ്റില്ല. അപ്പൊ സ്വയം വിശ്വസിക്കുക എന്ന് പറയുന്നത് ഒരു ബിസിനസിന്റെ, ഒരു സെയിലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ഉൽപ്പന്നങ്ങളോ സേവനത്തിലോ നമുക്ക് 100% വിശ്വാസം ഉണ്ടായിരിക്കണം. ഇത് ചെയ്തു കഴിഞ്ഞാൽ, വിറ്റ് കഴിഞ്ഞാൽ അവർക്ക് മാറ്റമുണ്ടാവും. ഞാനിപ്പോ നിങ്ങൾക്ക് ഈ ക്ലാസ് എടുക്കുന്നത് എനിക്ക് 100% ഉറപ്പുണ്ട്. എൻ്റെ ഈ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളിൽ മാറ്റമുണ്ടാകുമെന്ന് യാതൊരു തരത്തിലുള്ള 1% പോലും എനിക്ക് ഡൗട്ടില്ല. കാരണം ആ രീതിയിൽ വിശ്വാസമുള്ളത്, ആത്മവിശ്വാസത്തോടു കൂടി ഞാൻ പറയുന്ന വാക്കുകൾക്ക്, ഓരോ വാക്കുകൾക്കും വ്യക്തതയുണ്ടാവും. ആ ഓരോ വാക്കുകളും നിങ്ങൾക്ക് വേണ്ടെടുത്ത് കൊള്ളുക തന്നെ ചെയ്യും. ആക്ഷൻ മാത്രമാണ് നിങ്ങളുടെ ആവശ്യം. വിശ്വാസം കൃത്യമായി നിങ്ങൾ അറിയും. ഇവിടെ നിങ്ങൾ എടുക്കേണ്ട ആക്ഷൻ എന്റെ ഭാഗമേ അല്ല. കാരണം ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പറയുന്ന എന്റെ ഈ ക്ലാസ് എന്ന് പറയുന്നത് എന്റെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഗുണകരമായി മാറുന്നുണ്ട്. അപ്പൊ ആ വിശ്വാസം നിങ്ങളുടെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും പാലിക്കണം. അപ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ? നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ആൾക്ക് അത് തിരിച്ചറിയാൻ സാധിക്കും. യാതൊരു തർക്കവും വേണ്ട. 100% തിരിച്ച് ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കിയേ. ഞാൻ പറയുന്നത് ഇത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഇങ്ങനെ മാറുമോ ആൾക്കാർ? നിങ്ങൾ 100% ആത്മാർത്ഥമായിട്ട് ആൾക്കാരോട് സംസാരിച്ചാൽ അവർക്ക് കൺവീൻസ് ആകുമോ ഇല്ലയോ? ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കി. ഇതെല്ലാവരും നിങ്ങൾ മനസ്സിലാക്കണം. എത്രത്തോളം നിങ്ങളത് ചെയ്യുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനം. ഇനി വളരെ കൃത്യമാണ്. അപ്പൊ രണ്ടാമത്തെ കാര്യം ഇതിൽ തന്നെ സ്വയം വിശ്വസിക്കുക എന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, ഓരോ തിരിച്ചടിയും എന്താണ് നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു സെയില് നമ്മൾ പറഞ്ഞു, സംസാരിച്ചെല്ലാം കഴിച്ച അയാൾ പറഞ്ഞു ഇപ്പൊ വേണ്ടട്ടോ എനിക്കെന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് പോയി. പരാജയമാണ് സംഭവിക്കുന്നത്, അല്ലേ? പരാജയത്തിൽ നിന്ന് പഠിക്കുക. ആ പരാജയത്തിൽ നിന്ന് നിങ്ങൾ എന്ത് പഠിച്ചു? ഇതിൽ നിന്നും എനിക്ക് എന്ത് പഠിക്കാനായി എന്ന് വിശകലനം ചെയ്യാതെ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അവനവനെ കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ മുൻവിധികൾ പ്രഖ്യാപിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും വിജയം സാധ്യമാവില്ല. ഇതിൽ നിന്ന് ഞാൻ എന്ത് പഠിച്ചു, ഇനി ഞാൻ എന്ത് ഡെവലപ്പ് ചെയ്യണമെന്ന് സ്വയം ചോദിക്കുക.
ഓരോ സെയിൽ ക്ലോസുകളും നടക്കുമ്പോഴും നല്ലതാണ്, നന്ദി പറയണം. കാരണം എനിക്ക് എന്തോ അവിടെ നിന്ന് പഠിക്കാൻ കിട്ടി. കാശ് കൊടുത്താൽ പോലും പഠിക്കാൻ പറ്റാത്ത, കോഴ്സിന് പോയാലും പഠിക്കാൻ പറ്റാത്ത ഒരു സാധനം അവിടെ നിന്ന് കിട്ടി. താങ്ക് യു ഫോർ ഇത് നിങ്ങളെ കൂടുതൽ ശക്തനും മിടുക്കനുമാക്കുമെന്ന് എഴുതി വെച്ചോളൂ. 100% നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ഇനി വിജയങ്ങൾ ആഘോഷിക്കുക എന്ന് പറയുന്നത് എന്താണ്? ചെറിയ വിജയങ്ങളെ പോലും ആഘോഷിക്കാൻ പഠിക്കുക. ഒരു പുതിയൊരു ലീഡ് കിട്ടി, ആഹാ എനിക്ക് കിട്ടിയ ഒരു പുതിയ സംഭവം. ഒരു പുതിയ സെയിൽ നടന്നു, ആഹാ എനിക്ക് പുതിയ, ഇനിയും ഞാൻ ഉണ്ടാക്കും, അടുത്തത് ഉണ്ടാക്കട്ടെ. എനിക്കിത് ചെയ്യാൻ പറ്റുമെങ്കിൽ അടുത്ത എനിക്ക് ചെയ്യാൻ പറ്റുമല്ലോ. എനിക്കൊരു പുതിയ ലീഡ് കിട്ടിയല്ലോ, ഞാൻ ഇത് ക്ലോസ് ചെയ്യും. ഇന്ന് തന്നെ ക്ലോസ് ചെയ്യും. ഇന്ന് അപ്പൊ ആ സെയിൽ ക്ലോസ് ചെയ്യും. ആഹാ എന്നെ കൊണ്ട് ഇപ്പൊ നടന്നല്ലോ, ഞാൻ ഒന്നും കൂടി നോക്കട്ടെ, അടുത്ത ലീഡ് കിട്ടുന്നു. അപ്പൊ ഇത് ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പോയിട്ട് ബാറിൽ നേരത്തെ പറഞ്ഞ ആഘോഷിക്കുക എന്ന് പറയുമ്പോൾ വേഗം ഓർമ്മ വരുന്നതെന്ന് അറിയോ? അടിച്ചു പൊളിച്ച് ആഘോഷിക്കുക. ഇതല്ല, നമ്മുടെ മനസ്സിൽ ഇതിനെ ആസ്വദിക്കുക. അതാണ് ആഘോഷിക്കുക. അല്ലാതെ പോയിട്ട് മറ്റ് കാശ് ചെലവാക്കിയിട്ട് ആഘോഷിക്കുന്ന കാര്യമല്ല. നമ്മൾ ആഘോഷിക്കാൻ പറഞ്ഞ നേരെ ഇതുപോലെ അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ സ്വന്തമായിട്ട് അതിനെ ആഘോഷിക്കുക. ഇത് നമ്മുടെ ഊർജം വർദ്ധിപ്പിക്കുകയും നിങ്ങളെ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. ഓരോ ദിവസവും നമ്മളിങ്ങനെ തിരിച്ച് എനിക്ക് നടന്നു. ഞാൻ നേരത്തെ ഉദാഹരണം പറഞ്ഞില്ലേ, നമ്മൾ ചിരി വന്നപ്പോൾ നമുക്ക് എന്താ പറ്റിയത്? അപ്പോ ഇത് കൃത്യമായി മനസ്സിലാക്കുക. ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഒന്നുകൂടി ചെയ്യിക്കുക. അപ്പോൾ ഡിയർ പ്രോഫിറ്റ് മേക്കേഴ്സ്, ഓർക്കുക, നിങ്ങളുടെ ബിസിനസ്സിലെ ഏറ്റവും വലിയ ആസ്തി എന്താണ്? വാട്ട് ഈസ് ദ മോസ്റ്റ്? നിങ്ങളുടെ ബിസിനസ്സിലെ ഏറ്റവും വലിയ ആസ്തി എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സാണ് എന്നറിയാം. അതിനേക്കാളും വലിയ മൂലധനങ്ങളോ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും നിങ്ങൾക്ക് ചെയ്യാനില്ല. ഏതൊരു ബിസിനസ്സിലും ഇതാണ് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ പണത്തെക്കുറിച്ചും നിങ്ങളുടെ ബിസിനസിനെ കുറിച്ചും എങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നു എന്നതിലാണ് നിങ്ങളുടെ വിജയം ഉള്ളത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ 3 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും ബിസിനസ്സിലും പ്രാവർത്തികമാക്കിയാൽ നിങ്ങൾക്കും സ്ഥിരതയുള്ള, കൃത്യമായിട്ടുള്ള വരുമാനമുള്ള ഒരു ബിസിനസ് കെട്ടിപ്പടുക്കാൻ സാധിക്കുമെന്നുള്ളത് ഞാൻ എൻ്റെ അനുഭവം എന്ന് പറഞ്ഞ വെറും വാക്കുകളല്ല, എൻ്റെ അനുഭവത്തിലൂടെ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. നിങ്ങളുടെ ചിന്തകളെ മാറ്റി പുതിയൊരു തലത്തിലേക്ക് എത്താൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, നിങ്ങൾ കൃത്യമായി അതിന് തയ്യാറാണെങ്കിൽ പറഞ്ഞോളൂ, ഐ ആം റെഡി എന്ന് താഴെ പറഞ്ഞോളൂ. നിങ്ങൾ തയ്യാറാണെങ്കിൽ, യെസ്, തയ്യാറാണെങ്കിൽ യൂട്യൂബ് വീഡിയോ കാണുന്നവർ താഴെ കഴിക്കുക, ഐ ആം റെഡി എന്ന് വെക്കുക. ഓരോ ദിവസവും നമുക്ക് ഇതുപോലെ ക്ലാസ്സുകൾ തരാം. ചെറിയ കുറച്ച് കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഏത് വിഷയത്തെ പറ്റിയിട്ടാണെന്ന് വെച്ചാൽ അതിന്റെ പെയ്ഡ് ക്ലാസ്സുകൾ നമുക്കാക്കാം. അപ്പോൾ ഈ വീഡിയോയില് വീണ്ടും പറയാം, യൂട്യൂബ് കാണുന്നവർക്ക് വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഒരു സന്തോഷ വാക്കും കൂടി പറയാനുണ്ട്. യൂട്യൂബിന്റെ പുതിയ നിയമം ബാധകമായതുകൊണ്ട് നമ്മൾ ഈ ചെറിയ സമയം കൊണ്ട് തന്നെ ബിസിനസ് മാസ്റ്ററി ഹബ്ബിലെ മോണിറ്റൈസേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അതിൽ വരുമാനം, അഡ്വർടൈസ്മെന്റ് ഒക്കെ വരാൻ തുടങ്ങി. വരുമാനം കൂടി അത് നിങ്ങളിലേക്ക് എല്ലാ സപ്പോർട്ട് കൂടിയാണ് എന്ന് ഒന്നുകൂടിയാക്കുക. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലൊക്കെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക, അതായത് ഷെയർ ചെയ്ത് കൊടുക്കുക, മനസ്സിലാക്കാൻ പറയുക. ഞാൻ ബിസിനസ് വളരെ ഡീറ്റെയിൽസ് ആയിട്ട്, ഡെപ്ത് ആയിട്ടൊന്നും ഈ ക്ലാസ് ഇതിൽ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അത് വലിയ വലിയ കോഴ്സുകളാണ്. ഇത് സാധാരണക്കാരനെ സംബന്ധിച്ച്, സാധാരണ ചെറിയതായിട്ടുള്ള ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ള ക്ലാസ് ആണ്. അവരാണ് മാറ്റം ഉണ്ടാവുന്നത്, അവരാണ് കൂടുതൽ കടത്തിലേക്ക് പോകുന്നത്. മറ്റുള്ള വലിയ വലിയ ആൾക്കാർക്ക് വലിയ കട ആയിക്കോട്ടെ, നമുക്ക് സാധാരണ ഇതിൽ പിടിച്ച് മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ ജനറൽ ഡിസ്കഷൻ ഉണ്ടെങ്കിൽ 2 മിനിറ്റ് നമുക്ക് വെക്കാം. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക എല്ലാവരും. താങ്ക് യു വെരി മച്ച്. ഹാവ് എ വണ്ടർഫുൾ ഡേ. സംസാരിക്കാൻ ആർക്കെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. ഒരു മിനിറ്റ്, എവിടെ പോയത്? അൺമ്യൂട്ട്. ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? കേട്ടതിനകത്ത് ഉണ്ടോ ചോദിച്ചോളൂ. ചോദിച്ചോളൂ. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? പറ്റുമല്ലോ. ഇല്ല, ആർക്കും ചോദ്യമില്ല. വൈൻഡപ്പ് ചെയ്യുന്നു. ഒരു കാര്യമുണ്ട്. ഫസ്റ്റ് പോയിന്റ് മണി മൈൻഡ് സെറ്റ് അല്ലേ പറഞ്ഞു? അതെ, മണി മൈൻഡ് സെറ്റ്. സെക്കൻഡ് കൺസിസ്റ്റന്റ് മാർക്കറ്റിംഗ്. തേർഡ് കിട്ടിയില്ലേ? പോയിന്റ് പറഞ്ഞില്ലേ? ഫസ്റ്റ് മണി മൈൻഡ് സെറ്റ്. ഫസ്റ്റ് ഷിഫ്റ്റ് യുവർ മണി മൈൻഡ് സെറ്റ്. രണ്ടാമത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. തേർഡ് മൂന്നാമത്തത് ബിസിനസ് സെൽഫ് കോൺഫിഡൻസ്. എക്സ്ക്യൂട്ട് കോൺഫിഡൻസ് ഇൻ യുവർ ബിസിനസ് എന്നാ പറയാ. എക്സ്ക്യൂട്ട് കോൺഫിഡൻസ് ഇൻ ബിസിനസ്.
നിങ്ങളുടെ ബിസിനസ് ആത്മവിശ്വാസം പുലർത്തുക. അല്ലേ? ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോ പിരിയാന്നല്ലേ? താങ്ക് യു സർ. അപ്പൊ നാളെ രാത്രി നമുക്ക് മെഡിറ്റേഷൻ ആണ്, വെൽത്ത് ആൻഡ് സാറേ, റിലേഷൻഷിപ്പിന്റെ ഇന്ന് ഒപ്പനൊപ്പം ഫ്രണ്ട്ഷിപ്പ് മെഡിറ്റേഷൻ ഡേ ആണ്. ആയിരുന്നു. എല്ലാവരും ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ ആയിരുന്നു. ഫ്രണ്ട്ഷിപ്പ് ഡേ, അതെവിടെ, അതെന്ത് സംഭവം? അങ്ങനെയൊക്കെ ഓരോ ദിവസം ഓരോ ഡേ ആയിട്ടില്ല എല്ലാവരെയും ആ, ആയിക്കോട്ടെ, നല്ല സന്തോഷം. അപ്പൊ ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ. എല്ലാ ഫ്രണ്ട്സുകൾക്കും എൻജോയ് യുവർ ഡേ. എല്ലാ ഫ്രണ്ട്സുകൾക്കും ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ. ഒരു ദിവസം ഒരു ദിവസം അമ്മക്കുള്ള ദിവസം, ഒരു ദിവസം അച്ഛനുള്ള ദിവസം, ഒരു ദിവസം മകനുള്ള ദിവസം, ഒരു ദിവസം മകക്കുള്ള ദിവസം. പക്ഷെ എവിടെയെങ്കിലും നിങ്ങൾ ഈ 365 സെൽഫ് ഡേ എന്ന് പറഞ്ഞ ഒരു ദിവസം ആഘോഷിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അവനവന്റെ ദിവസം ഉണ്ടോ? നമ്മൾ സമയം കണ്ടെത്തണം. അതെന്താ? ഇല്ല സർ. അതെന്താ ഇല്ലാത്തെ? ഇല്ല, ഇല്ല, അതെന്താ? അറിയില്ല. ആ, അവിടെയാണ് വിഷയം. അവിടെയാണ് വിഷയം. അവനവന്റെ ദിവസം ആഘോഷിക്കാനില്ലോ. ആ ബർത്ത്ഡേ അല്ലെ, ബർത്ത്ഡേ ആരാ ആഘോഷിക്കുന്നത്? ആഘോഷിക്കണം, അവനവൻ തന്നെ ആഘോഷിക്കണം. ബർത്ത്ഡേ, നമുക്ക് ബർത്ത്ഡേ ഉണ്ട്. നിങ്ങൾ ആലോചിച്ചു, ബർത്ത്ഡേ ആഘോഷിക്കുന്ന ശരിക്കും നമുക്ക് എത്ര സമയം നമുക്കായി കിട്ടുമോ ബർത്ത്ഡേക്ക്? ഒട്ടും കിട്ടില്ല. ആർക്കൊക്കെയോ നമ്മൾ ചെലവ് ചെയ്യുന്ന ദിവസമാണത്. ആർക്കൊക്കെയോ വേണ്ടി നമുക്ക് ഇഷ്ടമില്ലാത്ത ആൾക്ക് പോലും നമ്മൾ ചെലവ് ചെയ്യുന്ന ദിവസമാണ് നമ്മുടെ ബർത്ത്ഡേ. പോകുന്നത് അറിയില്ല. ഓക്കെ, എനിവേ ദാറ്റ്സ് ജസ്റ്റ് എ മാറ്റർ ഹിയർ. ഓക്കെ, അപ്പൊ താങ്ക് യു വെരി മച്ച്. കാണാം. അപ്പൊ നാളത്തെ മെഡിറ്റേഷൻ ജോയിൻ ചെയ്തവരെല്ലാം ജോയിൻ ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ഐ വിൽ സീ യു നാളെ. താങ്ക് യു സർ.